Greet you all in the name of Lord Jesus Christ. ആലപ്പുഴ പത്തനംതിട്ട യൂട്യൂബ് ചാനലിലേക്ക് ഞാൻ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഷാബ് സ്കൂൾ പഠനത്തിൻ്റെ ഈ ക്വാർട്ടറിലെ അവസാനത്തെ ആഴ്ചയിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് സ്നേഹം ന്യായപ്രമാണത്തിൻ്റെ നിവൃത്തി. സ്നേഹം ന്യായപ്രമാണത്തിൻ്റെ നിവൃത്തി. സ്നേഹത്തെക്കുറിച്ച് നാം കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ പഠിച്ചു. എന്താണ് സ്നേഹം? നാം എല്ലാവരും സ്നേഹം എന്ന് പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ സ്നേഹം എന്താണ്? സ്നേഹത്തെക്കുറിച്ച് പറയുന്നത് ഇറ്റ്സ് എ ഡീപ് സ്ട്രോങ് ഫീലിംഗ് ഓഫ് അഫെക്ഷൻ, കെയർ and respect for another person. See good in him. നമുക്ക് ഒരു വ്യക്തിയോട് മറ്റൊരു വ്യക്തിക്ക് തോന്നുന്ന അഗാധവും സന്തോഷമുളവാക്കുന്നതും വൈകാരികവുമായിട്ടുള്ള ഒരു ബന്ധം, അതാണ് ശരിക്കും സ്നേഹമെന്ന് പറയും. നമുക്ക് മറ്റൊരു വ്യക്തിയോട് തോന്നുന്ന എങ്ങനെയുള്ളതാണ്? ഡീപ്പ്, അഗാധമായിട്ടുള്ള സ്നേഹം. അത് നമുക്ക് സന്തോഷമുളവാക്കുന്നതാണ്. മാത്രമല്ല, ഇതൊരു വൈകാരികമായ ബന്ധമാണ്. ലവ് ഈസ് എ ഫീലിംഗ്. ഇനി അത് മാത്രമല്ല, അവനിൽ നമ്മൾ നന്മയാണ് കാണുന്നത്. അപ്പം അതിനെയാണ് നമ്മൾ ശരിക്കും സ്നേഹം എന്ന് പറയുന്നത്. ഈ സ്നേഹവും ന്യായപ്രമാണവും. ന്യായപ്രമാണം എന്ന് പറയുമ്പോൾ നമുക്കെല്ലാവരും പഠിച്ചിട്ടുള്ളതാണ്. ന്യായപ്രമാണം എന്ന് പറയുന്നത് ദ ലോ ഓഫ് ഗാഡ്, ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഗാഡ് നമുക്ക് പറയാം. ദൈവത്തിൻ്റെ നിയമങ്ങൾ, ദൈവത്തിൻ്റെ കൽപ്പന. ഇപ്പം ഈ നിയമങ്ങൾ എന്ന് പറയുന്നത് ഇത് മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ്. എല്ലാ നിയമങ്ങളും ലോകത്തിലുണ്ടാക്കുന്നത് അത് മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. അത് കുറ്റം ചെയ്യാതിരിക്കാനുള്ള ഒരു വേലിക്കെട്ടാണ് ശരിക്കും നിയമമെന്ന് പറയുന്നത്. കുറ്റം ചെയ്താൽ ശിക്ഷ കൊടുക്കാനുള്ളതല്ല, മറിച്ച് കുറ്റം ചെയ്യാതിരിക്കാനുള്ള വേലിക്കെട്ടാണ് ഈ നിയമങ്ങൾ എന്ന് പറയും. അപ്പോൾ ഈ നിയമങ്ങൾ അനുസരിക്കുന്നതായ വ്യക്തി, അല്ലെങ്കിൽ ഇത് the law can be, or the constitution can be for a person or a society or a nation or a state. ഇവർക്കൊക്കെ വേണ്ടിയാണ് ശരിക്കും നാം ഈ നിയമങ്ങൾ ഉണ്ടാക്കുന്നത്. എന്തിനാണ്? അവരുടെ സന്തോഷകരമായിട്ടുള്ള ജീവിതത്തിന് വേണ്ടി, സംരക്ഷിക്കപ്പെടുന്നതായിട്ടുള്ള ഒരു ജീവിതത്തിന് വേണ്ടി. അതിനുവേണ്ടിയാണ് ശരിക്കും നിയമങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ കൽപ്പന എന്ന് പറയുമ്പോൾ അതും സ്നേഹത്തിൻ്റെ കൽപ്പനയാണ്. ഇപ്പോൾ നിയമങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു വ്യക്തിയോടല്ലേ, ഒരു സമൂഹത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. സംരക്ഷിക്കുക എന്ന് പറയുമ്പോൾ സ്നേഹം കൊണ്ടാണ്. അപ്പോൾ ദൈവം തൻ്റെ നിയമങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നതും, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൽപ്പനകളും അതുതന്നെയാണ്. എന്തിനെ? മനുഷ്യനെ ദൈവം സ്നേഹിക്കുന്നത് കൊണ്ട് അവനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് നിയമങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിയമങ്ങൾ സ്നേഹത്തിൻ്റേതാകുന്നു എന്ന് പറയുവാൻ കാരണം. നമുക്ക് ഈ ആഴ്ചത്തെ ആ മെമ്മറി വേഴ്സ് ഒന്ന് നോക്കാം. ഇപ്രകാരമാണ് പറയുന്നത്. എന്താണ്? അന്യോന്യം സ്നേഹിക്കുന്നതല്ലാതെ ആരോടും ഒന്നും കടംപെട്ടിരിക്കരുത്. അന്യനെ സ്നേഹിക്കുന്നവൻ ന്യായപ്രമാണം നിവർത്തിച്ചിരിക്കും. അന്യനെ സ്നേഹിക്കുന്നവൻ ന്യായപ്രമാണം നിവർത്തിച്ചിരിക്കും. അപ്പോൾ കൽപ്പന അല്ലെങ്കിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അതെന്തിനു വേണ്ടിയാണ്? ടു പ്രൊട്ടക്റ്റ് someone, to protect a nation,
ടു പ്രൊട്ടക്റ്റ് എ സൊസൈറ്റി. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ദൈവത്തിൻ്റെ കൽപ്പനകളൊക്കെയും സ്നേഹത്തിൻ്റെ കൽപ്പനകളാകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നാം ക്രിസ്തുവിലേക്ക് തിരിയണം. എങ്ങനെയാണ് ദൈവത്തിൻ്റെ കൽപ്പന സ്നേഹത്തിൻ്റെ കൽപ്പനയായി മാറുന്നത് എന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ യേശു ക്രിസ്തു പറഞ്ഞതിലേക്ക് നാം ചിന്തിക്കണം. എന്താണ് ക്രിസ്തു പറഞ്ഞത്? ക്രിസ്തുവിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഏതാണ് വലിയ കൽപ്പന എന്ന് ക്രിസ്തുവിനെ പരീക്ഷിക്കുവാൻ വേണ്ടിയാണെങ്കിലും ചോദിച്ചപ്പോൾ ക്രിസ്തു ഇപ്രകാരം പറഞ്ഞു. എന്താണ് പറഞ്ഞത്? നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കുക. നോക്കുക, കൽപ്പനയെ സ്നേഹവുമായി എത്ര മനോഹരമായിട്ടാണ് ക്രിസ്തു കോർത്തിണക്കുന്നത്. നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കുക. എന്നിട്ട് വീണ്ടും പറഞ്ഞു, രണ്ടാമത്തേത് അത് ആദ്യത്തേതിനോട് സമമാണ്, ഒട്ടും ചെറുതല്ല, നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക, അല്ലെങ്കിൽ കൂട്ടുകാരനെ നിന്നെപ്പോലെ സ്നേഹിക്കുക. എങ്ങനെയാണ് കാർക്കശ്യത്തിൻ്റെതായ കൽപ്പന സ്നേഹത്തിൻ്റെ കൽപ്പനയായി മാറുന്നത് എന്ന് നമുക്കിവിടെ തിരിച്ചറിയാനായിട്ട് സാധിക്കും. ഇപ്പം ഈ കാർക്കശ്യത്തിൻ്റെതായ കൽപ്പനകളെ ക്രിസ്തു സ്നേഹത്തിൻ്റെ കൽപ്പനയായി മാറ്റുകയാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ കൽപ്പന എന്ന് പറയുന്നത് അത് സ്നേഹത്തിൻ്റെ കൽപ്പനയാണ്, മറിച്ച് അത് ശിക്ഷയുടേതല്ല. നമുക്കൊന്നാമത്തെ ഭാഗത്തേക്ക് വരാം. സ്നേഹത്തിൻ്റെ ന്യായപ്രമാണം. സ്നേഹത്തിൻ്റെ ന്യായപ്രമാണം നാം അവിടെ കണ്ട ആ തലവാചകം തന്നെ നോക്കുക. സ്നേഹത്തിൻ്റെ ന്യായപ്രമാണം. ന്യായപ്രമാണം ന്യായമായിട്ടുള്ള പ്രമാണമാണ് ന്യായപ്രമാണം. അപ്പോൾ ദൈവത്തിൻ്റെ ന്യായപ്രമാണം എന്ന് പറയുന്നത് ന്യായമാണ് എന്ന് അത് തന്നെ നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ 10 കൽപ്പനകളും അത് ന്യായത്തിൻ്റേതായിട്ടുള്ള കൽപ്പനകളാകുന്നു, സ്നേഹത്തിൻ്റേതായിട്ടുള്ള കൽപ്പനകളാകും. അല്ലെങ്കിൽ ന്യായം അടങ്ങിയിട്ടുള്ള, ന്യായം പ്രവർത്തിക്കുവാനുള്ള കൽപ്പനകളാകുന്നു എന്നാണ് നാം ഇതിലൂടെ മനസ്സിലാക്കുന്നത്. ഈ കൽപ്പന ദൈവവും ഇസ്രായേലും തമ്മിലുള്ള ഒരു ബന്ധത്തെയാണ് കാണിക്കുന്നത്, ഉടമ്പടിയെയാണ് കാണിക്കുന്നത്. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൽപ്പനയെന്ന് പറയുന്നത് ദൈവവും തൻ്റെ ജനവും തമ്മിലുള്ള ആ അഗാധമായ ബന്ധം, സ്ട്രോങ് ഈടാർന്ന ബന്ധത്തെ, അത് മാത്രമല്ല പിന്നെന്താണ്, അത് ബന്ധത്തെയും ഉടമ്പടിയെയുമാണ് അത് കാണിക്കുന്നത്. ഈ കൽപ്പന നമുക്കറിയാം. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 17 വരെയുള്ള ഭാഗങ്ങളിലാണ് ദൈവം ഈ ദൈവത്തിൻ്റെ കൽപ്പനകളെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്. അതിൽ ആദ്യത്തേത് 4 കൽപ്പന. ഈ 4 കൽപ്പന എന്ന് പറയുന്നത് മനുഷ്യനും ദൈവവുമായുള്ള ബന്ധത്തെയാണ് കാണിക്കുന്നത്. 4 കൽപ്പന എന്ന് പറയുമ്പോൾ, ഞാനല്ലാതെ അന്യദൈവങ്ങൾ നിനക്കുണ്ടാകരുത്, ഒരു വിഗ്രഹവും ഉണ്ടാക്കരുത്, നിന്റെ ദൈവമായ യഹോവയുടെ നാമം വൃഥാ എടുക്കരുത്, ശബ്ബത്ത് നാളിനെ ശുദ്ധീകരിക്കാൻ ഓർക്കുക. ഈ 4 കൽപ്പനയും മനുഷ്യനും ദൈവവുമായിട്ടുള്ള ആ കണക്ഷൻ, ആ ബന്ധം, അതാണ് ഈ ആദ്യത്തെ 4 കൽപ്പന കാണിക്കുന്നത്. അടുത്ത 6 കൽപ്പന എന്ന് പറയുമ്പോൾ, നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക, കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കൂട്ടുകാരന് നേരെ കള്ളസാക്ഷ്യം പറയരുത്, മോഹിക്കരുത്. ഇതിനെ നമ്മൾ സോഷ്യൽ ലോ,
സാമൂഹിക നിയമം. ഇന്നത്തെ ഏത് രാജ്യത്തിൻ്റെയും കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്, നിയമസംഹിതകൾ എന്ന് പറയുന്നത് ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ മനുഷ്യനും തമ്മിലുള്ള നമ്മുടെ ബന്ധത്തെയാണ് കാണിക്കുന്നത്. ആദ്യത്തെ 4 കൽപ്പന ദൈവവുമായുള്ള ബന്ധത്തെ കാണിക്കുന്നെങ്കിൽ 6 കൽപ്പന മനുഷ്യനുമായുള്ള ബന്ധം. ആദ്യത്തെ 4 കൽപ്പന ആത്മീകമാണെങ്കിൽ ബാക്കി 6 എന്ന് പറയുന്നത് ഭൗതികമാണ്. ഭൗതിക ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് നാം കാണുന്നത്. അപ്പോൾ ആദ്യത്തെ നിയമ സംഹിത എഴുതിയതായിട്ടുള്ള രാജാവിൻ്റെ പേര് ഹമ്മൂറാബി എന്നാണ്. ആ ഹമ്മൂറാബി തന്നെ പറയുന്നത് ഗോഡ് ഈസ് ദ ലോ ഗിവർ, ദൈവമാകുന്നു നിയമങ്ങൾ തരുന്നത് എന്നാണ് അദ്ദേഹം രേഖപ്പെടുത്തി. ഇനി ഏതായാലും ഈ 10 കൽപ്പനകളെയാണ് കർത്താവായ യേശു ക്രിസ്തു രണ്ടായിട്ട് തിരിച്ചുകൊണ്ട് പറഞ്ഞത് എന്താണ്? നിൻ്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവിനോടും കൂടെ സ്നേഹിക്കണം, കൂട്ടുകാരനെ നിന്നെപ്പോലെ സ്നേഹിക്കണം. അപ്പോൾ നോക്കുക, കാർക്കശ്യത്തിൻ്റെ കൽപ്പനകളെ കർത്താവായ യേശു ക്രിസ്തു സ്നേഹത്തിൻ്റെ കൽപ്പനകളാക്കി മാറ്റുന്നതായിട്ടാണ് നാം കാണുന്നത്. അതുകൊണ്ട് ലവ് ആൻഡ് കമാൻഡ്മെൻറ്റ്സ്, സ്നേഹവും കൽപ്പനകളും അത് പരസ്പര പൂരകങ്ങളാകുന്നു, അല്ലെങ്കിൽ അത് രണ്ടും ഒരുമിച്ച് പോകുന്നു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്, നാം പഠിക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് കൽപ്പന അനുസരിക്കേണ്ട എന്ന് വാദിക്കുന്നതായിട്ടുള്ള വ്യക്തികൾ ചിന്തിക്കേണ്ടതായിട്ടുള്ള കാര്യം. കൽപ്പന അനുസരിക്കേണ്ട എന്ന് പറയുന്നുവെങ്കിൽ അവർ നമ്മുടെ സാമൂഹിക ജീവിതത്തെ പാടെ തള്ളിക്കളയുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, അവർ ദൈവസ്നേഹത്തെയും മനുഷ്യസ്നേഹത്തെയും പൂർണ്ണമായി നിഷേധിക്കുന്നു എന്നുള്ളതാണ്. കാരണം നിയമം ഇല്ലാത്ത ഒരു അവസ്ഥയെക്കുറിച്ച് നാം ചിന്തിക്കണം. നാം താഴേക്ക് വരുമ്പോൾ അതിനെക്കുറിച്ച് പഠിക്കുന്നതാണ്. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കടക്കാം. കൽപ്പന വിശുദ്ധവും ന്യായവും നല്ലതും തന്നെ. കൽപ്പന വിശുദ്ധവും ന്യായവും നല്ലതും തന്നെ. അപ്പോൾ കൽപ്പനയുടെ അടിസ്ഥാനമെന്ന് പറയുന്നത് സ്നേഹമാണെന്ന് നാം കണ്ടു കഴിഞ്ഞു. എന്നാൽ കൽപ്പന ദൈവം ഉയർത്തിപ്പിടിക്കുന്നതോടൊപ്പം തന്നെ ദൈവത്തിൻ്റെ കൃപയും അതോടൊപ്പം ദൈവം ഉയർത്തിപ്പിടിക്കുക. എന്താണ് കൃപയെന്ന് പറയുന്നത്? കൃപയെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഗിഫ്റ്റ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ സമ്മാനമാണ് എന്നാണ് കൃപയെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നത്. അതായത് നമ്മുടെ തെറ്റുകൾക്കും കുറ്റങ്ങൾക്കും അതീതമായി ദൈവം നമ്മോട് കാണിക്കുന്ന മഹാമനസ്കത, അതാണ് ദൈവം നമുക്ക് നൽകുന്ന ഗിഫ്റ്റ് എന്ന് പറയുന്നത്. ഈ കൃപയാണ് നമ്മളെ ജീവിക്കുവാൻ മുൻപോട്ട് നയിക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് നാം ദൈവത്തിൻ്റെ സ്നേഹത്തെ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നോക്കുക, ഒരു വ്യക്തിക്ക് അവൻ കൽപ്പന അനുസരിക്കുന്നതിൽ വീഴ്ച വരുത്തിയാലും ദൈവം തൻ്റെ മഹാകൃപ കൊണ്ട് അതിനെ മൂടുകയും അവൻ ദൈവപക്ഷത്ത് നിലനിൽക്കുവാൻ ദൈവം വാഞ്ചിക്കുകയും ചെയ്യുന്ന ആ ദൈവത്തിൻ്റെ പ്രവൃത്തി, അതിനെയാണ് നമ്മൾ സ്നേഹമെന്ന് പറയും. ആ സ്നേഹമാണ് നമ്മൾ കൃപയിലൂടെ കാണുന്നത്. എന്നാൽ ഇന്ന് നാം പലപ്പോഴും കേൾക്കുന്നത്, അല്ലെങ്കിൽ പലരും പഠിപ്പിക്കുന്നത് എന്താണ്? കൃപയും വീണ്ടെടുപ്പും ന്യായപ്രമാണത്തെ മാറ്റിക്കളഞ്ഞിരിക്കുന്നു എന്നാണ് പറയുന്നത്.
കൃപയും വീണ്ടെടുപ്പും ന്യായപ്രമാണത്തെ മാറ്റിക്കളഞ്ഞിരിക്കുന്നു. അങ്ങനെ പ്രചരിപ്പിക്കുന്നവരോട്, അല്ലെങ്കിൽ അങ്ങനെ പ്രസംഗിക്കുന്നവരോട്, പഠിപ്പിക്കുന്നവരോട് ഒരു കാര്യം, റോമർക്ക് എഴുതിയ ലേഖനം 7 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ വളരെ വ്യക്തമായിട്ട് കൽപ്പനയെക്കുറിച്ച് പറയുന്നുണ്ട്. എന്താണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്? അവിടെ പറയുന്നത് എന്താണ്? ആകയാൽ നാം എന്തു പറയേണ്ടു? ന്യായപ്രമാണം പാപമെന്നോ ഒരു നാളും അരുതേ, എങ്കിലും ന്യായപ്രമാണത്താൽ അല്ലാതെ ഞാൻ പാപത്തെ അറിഞ്ഞില്ല. അപ്പോൾ ന്യായപ്രമാണം മാറിപ്പോയി എന്ന് പറയുന്ന വ്യക്തികൾ ചിന്തിക്കുക, നിങ്ങൾക്ക് പാപം എന്തെന്ന് ബോധ്യമാകണമെന്നുണ്ടെങ്കിൽ ന്യായപ്രമാണത്തിൽ നോക്കിയാൽ മാത്രമേ സാധ്യമാകൂ. വീണ്ടും അദ്ദേഹം പറയുന്നുണ്ട്, എന്താണ്? കൽപ്പന, ന്യായപ്രമാണം വിശുദ്ധം, കൽപ്പന വിശുദ്ധം, ന്യായവും നല്ലതും തന്നെ. ഇതാണ് പൗലോസ് അപ്പോസ്തലൻ കൽപ്പനയെക്കുറിച്ച് പറയും. വീണ്ടും അദ്ദേഹം പറയുകയാണ്, ഇങ്ങനെയുള്ള സംസാരിക്കുന്നവർ ഓർത്തോണം, അതുകൊണ്ട് വിശ്വാസത്താൽ ന്യായപ്രമാണത്തെ ദുർബലമാക്കുകയല്ല, മറിച്ച് ഉറപ്പിക്കുകയാണ്. അപ്പോൾ ചിന്തിക്കണം, ന്യായപ്രമാണം മാറിപ്പോയി എന്ന് പറയുന്ന വ്യക്തികൾ ഈ വാക്യങ്ങളൊന്ന് മനസ്സിരുത്തി വായിക്കണം. അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ന്യായപ്രമാണത്തിൻ്റെ പ്രാധാന്യം എന്താണ്. ഇപ്പോൾ ക്രിസ്തുവിനി എന്താണ് പറഞ്ഞത്? ക്രിസ്തു പറഞ്ഞു, ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ മാറ്റുവാനല്ല, അല്ലെങ്കിൽ നീക്കുവാനല്ല, നിവർത്തിപ്പാനത്രേ വന്നത്. വീണ്ടും പോയി, എന്താണ്? ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോയാലും എൻ്റെ ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു വള്ളിയോ പുള്ളിയോ മാറുകയില്ല. അപ്പം ഇതെല്ലാം ക്രിസ്തുവിൻ്റെ വാക്കുകളാണ്. അപ്പോൾ ന്യായപ്രമാണം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ 10 കൽപ്പന എത്രമാത്രം പ്രാധാന്യമുള്ളതാണ് എന്ന് ഈ വാക്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇനി അടുത്ത നമുക്ക് 3-ാമത്തെ ഭാഗത്തേക്ക് പോകാം. കൽപ്പനയും കൃപയും. കൽപ്പനയും കൃപയും ഇത് രണ്ടും വൈരുദ്ധ്യമുളവാക്കുന്നതാണ്. കൽപ്പന, കൃപ. കൽപ്പന എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞു, ഇത് കാർക്കശ്യത്തിൻ്റെതാണ്. കാരണം കൽപ്പന അനുസരിക്കാതിരിക്കുന്നവൻ ശിക്ഷയ്ക്ക് യോഗ്യൻ, ശിക്ഷിക്കപ്പെടും. അപ്പോൾ കൽപ്പന എപ്പോഴും ശിക്ഷയിലേക്കാണ് നടത്തുന്നത്. അപ്പോൾ കൽപ്പന വളരെയധികം കാർക്കശ്യമുളവാക്കുന്നു, ഹാർഡാണ്. കൽപ്പനാലംഘനം പാപമാണ്. കൽപ്പനാലംഘനം പാപമാണ്. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ദൈവത്തിൻ്റെ കൃപാവരമോ അതെന്താണ് നമുക്ക് നൽകുന്നത്? കരുണയും ക്ഷമയും നൽകും. കൽപ്പന ശിക്ഷയിലേക്ക് നയിക്കുമ്പോൾ കൃപ നമ്മളെ മോചനത്തിലേക്ക് നയിക്കും. അപ്പോൾ കൽപ്പന ശിക്ഷയിലേക്ക്, മരണത്തിലേക്ക് നയിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപ നമുക്ക് അതിൽ നിന്ന് മോചനം നൽകും. അപ്പം അങ്ങനെയെങ്കിൽ കൽപ്പനയുടെ പ്രസക്തി എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൽപ്പന എന്ന് പറയുന്നത് അത് കണ്ണാടിയാണ്. നമുക്ക് കാണുവാൻ, നമ്മെ തന്നെ കാണുവാനും വിലയിരുത്തുവാനും സാധിക്കുന്നതായ കണ്ണാടിയാണ് കൽപ്പന എന്ന് പറയുമ്പോൾ പാപത്തെ തിരിച്ചറിയുവാനുള്ള കണ്ണാടി. എന്താണ് പാപം എന്ന് നമ്മോട് പറഞ്ഞു തരുന്നതാണ് കൽപ്പന എന്നുള്ളത്. അപ്പോൾ ആ കൽപ്പന മാറിപ്പോയാൽ പിന്നെ പാപമില്ല. അപ്പോൾ പാപം എന്താണെന്നൊരു വ്യക്തിയെ ശരിക്കും മനസ്സിലാക്കി കൊടുക്കുന്നതാണ് കൽപ്പന എന്ന് നാം മനസ്സിലാക്കും. അപ്പോൾ കൽപ്പന നമ്മെ പാപത്തിൽ നിന്ന് രക്ഷിക്കുകയല്ല, മറിച്ച്
പാപത്തെക്കുറിച്ചുള്ള ബോധ്യം വരുത്തുകയാണ്. പാപം ചെയ്യാതിരിക്കാനുള്ള ചൂണ്ടുപലകയാണ്. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്, പലയിടത്തും ഡേഞ്ചർ, അപായം എന്ന് ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. എന്തിനാണ് വെച്ചിരിക്കുന്നത്? അതിൽ ചെന്ന് ചാടരുത്, മരണം സംഭവിക്കും. ഇത് തന്നെയാണ് കൽപ്പനയും ചെയ്യുന്നത്. കൽപ്പന നമ്മളെ ഈ അപകടത്തിൽ നിന്നും, അപായത്തിൽ നിന്നും, ശിക്ഷയിൽ നിന്നും, മരണത്തിൽ നിന്നും മാറ്റി നിർത്തുവാൻ നിർബന്ധിക്കുകയാണ്, പ്രേരിപ്പിക്കുകയാണ്. ഇനിയും നോക്കുക, ഈ കൽപ്പന ദൈവം എഴുതിയത് കൽപ്പലകളിലാണ്. കൽപ്പലക എന്ന് പറയുമ്പോൾ തന്നെ അത് ഓർത്തോണം, ഇറ്റ്സ് വെരി ഹാർഡ്. ഇനി അത് വെച്ചത് എവിടെയാണ്? മോശയുടെ കയ്യിൽ കൊടുത്തെങ്കിലും അത് വെച്ചത് സമാഗമന കൂടാരത്തിലാണ്. അപ്പോൾ നോക്കുക, കൽപ്പനയും മനുഷ്യനും തമ്മിലുള്ള ആ അകലം നോക്കുക. അതൊരിക്കലും മനുഷ്യനുമായി നേരിട്ടുള്ള ഒരു ബന്ധമല്ലായിരുന്നു, അല്ലെങ്കിൽ അടുത്തല്ലായിരുന്നു, എപ്പോഴും അകലെയായിരുന്നു. അതുകൊണ്ട് എന്താണ് സംഭവിച്ചത്? അതനുസരിക്കുന്നതിൽ മനുഷ്യൻ പരാജയപ്പെടുന്നു. നേരത്തെ പറഞ്ഞതുപോലെ കാർക്കശ്യത്തിൻ്റേതായിട്ടുള്ള അല്ലെങ്കിൽ ശിക്ഷ തരുന്നതായിട്ടുള്ള ഈ കൽപ്പന അനുസരിക്കുന്നതിൽ മനുഷ്യൻ പരാജയപ്പെട്ടു. ഇനി മറിച്ചെന്ന് പറഞ്ഞാൽ അത് മനുഷ്യൻ്റെ ഉള്ളിൽ സാംശീകരിക്കുന്നതിൽ അവൻ പരാജയപ്പെട്ടു. അവൻ അതിനെ എപ്പോഴും ദൂരെ മാറ്റിവെച്ചിരിക്കുക, അകലെ നിന്നാണ് അതിനെ കണ്ടുകൊണ്ടിരുന്നത്. എഴുതപ്പെട്ടതും കഠിനമായിട്ടുള്ള പാറയിന്മേൽ. എന്നാൽ അതുകൊണ്ട് തന്നെ അവൻ പരാജയപ്പെട്ടതുകൊണ്ട് ദൈവം പറഞ്ഞു, എന്താണ്? ഇനിയും ഇത് മാറ്റിവെക്കുകയല്ല, പിന്നെയോ അവൻ്റെ ഹൃദയത്തിൽ ഞാൻ എഴുതുവാൻ പോവുകയാണ്. അതാണ് യിരെമ്യാവിൻ്റെ പ്രവചനത്തിൽ നാം കാണുന്ന 31-ാം അധ്യായത്തിൻ്റെ 31 മുതൽ 34 വരെയുള്ള വാക്യങ്ങളിൽ ദൈവം പറയുകയാണ്, എന്നാൽ ഈ കാലം കഴിഞ്ഞ ശേഷം ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യാനിരിക്കുന്ന നിയമം ഇങ്ങനെ ആകുന്നു, ഞാൻ എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. അപ്പം നമ്മളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ദൈവം ന്യായപ്രമാണത്തെ, കൽപ്പനകളെ എഴുതും എന്നാണ് കർത്താവ് പറഞ്ഞത്. തോറയിൽ ഇരുന്നതായ നിയമം അവിടെ നിന്ന് അത് ബൈബിളിലേക്ക് വന്നു. ആ ബൈബിൾ വായിച്ച് മനസ്സിലാക്കി ആ നിയമത്തെ നാം നമ്മുടെ മനസ്സുകളിൽ ആലേഖനം ചെയ്തു. നോക്കുക, ദൈവം ഇത് തന്നെയാണ് പറഞ്ഞത്, ഇതിനെ ഞാൻ മനുഷ്യൻ്റെ ഹൃദയത്തിൽ എഴുതും. ഇനി ഇതറിയാൻ വയ്യാത്തത് ആരാണ്? എല്ലാവരുടെയും കയ്യിൽ ബൈബിളുണ്ട്, അവർ വായിക്കുന്നു. ആ വായിച്ചതോടുകൂടി അവൻ്റെ ഹൃദയങ്ങളിൽ അത് പതിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ തെറ്റ് ചെയ്യാൻ, പാപം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ മനസ്സാക്ഷി അവനോട് പറയുന്നു, ഹൃദയത്തിൽ നിന്നും ഒരു സംഭാഷണം ഉയരുന്നു, നീ ചെയ്യുന്നത് പാപമാണ്. ദ ലോ ഈസ് റിമൈൻഡിങ് അസ്. അതുകൊണ്ടാണ് ഹൃദയത്തിലേക്ക് ഈ കൽപ്പനകൾ എഴുതണമെന്ന് നിക്കോഡീമോസിനോട് കർത്താവ് ഒരു ഇൻഡയറക്റ്റായിട്ട് പറഞ്ഞു. എന്താണ്? നീ പുതുതായി ജനിക്കണം. നാം കൽപ്പനകളെ നമ്മുടെ ഹൃദയത്തിൽ സംശീകരിക്കുമ്പോൾ, ഉള്ളിലാക്കി കഴിയുമ്പോൾ പുതുജനനം നമുക്ക് പ്രാപിക്കുകയാണ്. അങ്ങനെ പുതുജനനം പ്രാപിച്ചതായ വ്യക്തികളുടെ ഹൃദയങ്ങളിൽ എപ്പോഴും ഈ കൽപ്പന ഉണ്ടായിരിക്കും. ഇനി നമുക്ക് 4-ാമത്തെ ഭാഗത്തേക്ക് പോവാം. സ്നേഹം ന്യായപ്രമാണത്തിൻ്റെ നിവൃത്തി. സ്നേഹം ന്യായപ്രമാണത്തിൻ്റെ നിവൃത്തി. അന്യോന്യം സ്നേഹിക്കുന്നവൻ ന്യായപ്രമാണം നിവർത്തിച്ചിരിക്കുന്നു. റോമൻസ് 13:8-10. അവിടെ നമ്മൾ വായിക്കുമ്പോൾ എന്താണ് വന്നിരിക്കുന്ന ഇതാണ്, എന്താണ്? അന്യോന്യം സ്നേഹിക്കുന്നവൻ ന്യായപ്രമാണം നിവർത്തിച്ചിരിക്കുന്നു. നാം സാധാരണ ന്യായപ്രമാണത്തെക്കുറിച്ച് പറയുമ്പോൾ 1 മുതൽ 4 വരെയുള്ള ന്യായപ്രമാണത്തിനാണ് നാം പ്രാധാന്യം കൊടുക്കുന്നത്.
അതിൽ തന്നെ നമുക്ക് ശാബത്ത് നാളിനെ ശുദ്ധീകരിക്കാൻ ഓർക്കാം. ബാക്കിയൊക്കെ നമ്മൾ സമയവും തരാതരം പോലെ അങ്ങ് വിടും. ഇനി 5 മുതൽ 10 വരെയുള്ള ന്യായപ്രമാണത്തെ നാം പാടേ അങ്ങ് ഉപേക്ഷിക്കും. പക്ഷെ ക്രിസ്തു പറഞ്ഞു രണ്ടാമത്തത് ആദ്യത്തേതിനോട് സമം. എന്തേ? നിൻ്റെ അമ്മയപ്പനെ ബഹുമാനിക്കുക, കുല ചെയ്യരുത്, മോഷ്ടിക്കരുത്, അങ്ങനെ പറയുന്ന എല്ലാം അതും ആ ദൈവത്തോടുള്ള കൽപ്പനകൾക്ക് സമമാണ്, ഒട്ടും കുറവല്ല എന്നാണ്. ഈ 6 കൽപ്പനകളെയും ക്രിസ്തു ഒന്നാക്കി. എന്തു പറഞ്ഞു? നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കാം. നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കാം. ഇതാണ് സോഷ്യലിസവും കമ്മ്യൂണിസവും എന്നൊക്കെ പറയുന്നത്. എന്തേ? തുല്യത. ഇവിടെയാണ് നാം പരാജയപ്പെടുന്നത്. നാം ഈ സഹജീവികളോടുള്ള നമ്മുടെ സമീപനത്തിന് നാം പ്രാധാന്യം കൊടുക്കാതെ ദൈവത്തോടുള്ള നമ്മുടെ സമീപനത്തിന് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് ഈ 5 മുതൽ 10 വരെയുള്ള കൽപ്പന നമ്മുടെ ഇടയിൽ എത്ര പേർ അത് പാലിക്കുന്നു എന്ന് നാം ചിന്തിക്കണം. നാം എല്ലാവരും സുഖത്തിൻ്റെ, ലക്ഷറിയുടെ പുറകെ ഓടുകയാണ്. എന്നാൽ നിന്നെപ്പോലെ നിൻ്റെ കൂട്ടുകാരനെ സ്നേഹിക്കുക എന്ന് പറയുന്ന കൽപ്പനയുടെ ഡീപ്നെസ് അത് നാം ചിന്തിക്കുന്നില്ല എന്നുള്ളത്. ഇനി ഈ കൽപ്പനയുടെ ഘനമേറിയ ന്യായപ്രമാണത്തിലെ ഘനമേറിയ ഭാഗങ്ങൾ എന്താണ്? അത് പറയുന്ന ഇത് എന്തൊക്കെയാണ്? അവിടെയാണ് ക്രിസ്തു പരീശന്മാരോടും ന്യായശാസ്ത്രിമാരോടും ഒക്കെ പറയുന്നുണ്ട്. എന്താണ്? അല്ലയോ കപടഭക്തിക്കാരായ ശാസ്ത്രിമാരെ, പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് കഷ്ടം. നിങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിങ്ങൾ കുറ്റം കണ്ടുപിടിക്കുകയും ഘനമേറിയതായ കാര്യങ്ങളെ നിങ്ങൾ കണ്ണടയ്ക്കുകയും ചെയ്യുന്നു. ന്യായപ്രമാണത്തിലെ പ്രാധാന്യമർഹിക്കുന്ന ന്യായം, കരുണ, വിശ്വാസം ഇത് മറന്നുകളയുന്നു. നമ്മുടെ ജീവിതം ഇതാണ്. നമ്മൾ ദൈവത്തോടെപ്പോഴും വലിയ ദൈവത്തെ നമ്മൾ സ്തുതിക്കുകയും ദൈവത്തിന് പാട്ടുപാടുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യും. പക്ഷേ നമ്മുടെ സമശീർഷങ്ങളോട്, സഹജീവികളോട്, സഹപ്രവർത്തകരോട് നാം എടുക്കുന്ന സമീപനം ഇറ്റ് വിൽ ബി എൻറ്റയർലി ഡിഫറെൻറ്റ്. ഇതാണ്. അപ്പോൾ ഈ സ്നേഹവും കരുണയും വിശ്വാസവും ന്യായവുമൊക്കെ നമ്മളെ ആദ്യത്തെ 4 കൽപ്പനയിൽ പ്രധാനം എന്ന് ഞാൻ പറയുന്നില്ലെങ്കിലും 4ാമത്തെ കൽപ്പനയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുകയാണ്. ശബത്ത് നാളിനെ ശുദ്ധീകരിക്കുവാൻ ഓർക്കുക എന്നുള്ളത്. അങ്ങനെ ദൈവത്തെ നാം ആരാധിക്കുമ്പോൾ ദൈവവുമായിട്ടുള്ള വിശ്വസ്തതയും ബന്ധവുമാണ് നാം അവിടെ കാത്തു സൂക്ഷിക്കുന്നത്. അപ്പോൾ ശബത്ത് എന്ന് പറയുന്നത് സൃഷ്ടിപ്പിൻ്റെ സ്മാരകം മാത്രമല്ല, അത് ഉയർത്തെഴുന്നേൽപ്പിൻ്റെയും വിമോചനത്തിൻ്റെയും ദിനം കൂടിയാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ ശബത്ത് നാളിൽ നാം നന്മ ചെയ്യണം, നന്മ പ്രവർത്തിക്കണം, നീതി പ്രവർത്തിക്കണം. ഒന്നുകൂടെ ഉണ്ട്. എന്താണ്? നീതി പ്രവർത്തിക്കുക, നന്മ പ്രവർത്തിക്കുക എന്ന് പറയുമ്പോൾ തിന്മ ചെയ്യാതിരുന്നാൽ മാത്രം പോരാ, നന്മ പ്രവർത്തിക്കുക തന്നെ വേണം എന്നാണ് ദൈവം പറയുന്നത്. നമ്മളൊരു പക്ഷേ ഓർത്തേക്കും ഞാൻ തിന്മ പ്രവർത്തിക്കുന്നില്ല, ഞാനിങ്ങനെ മാറി ഇരിക്കുകയാണ്, അവിടെ കാണുന്ന കുറ്റങ്ങൾ, കുറവുകൾ, പാപങ്ങൾ ഇതൊന്നും എനിക്ക് അറിയണ്ട, ഞാനിതിവിടെ ചുമ്മാതിരിക്കുന്നു കൊള്ളാം എന്ന് ചിന്തിക്കും. അത് പാടില്ല എന്നാണ് ദൈവം പറയുന്നത്. കാരണം ശബത്ത് നാളിൽ നീ നന്മ പ്രവർത്തിക്കണം. ശബത്ത് നാളിൽ എന്നുള്ളതല്ല തിന്മ പ്രവർത്തിക്കാതിരിക്കുക എന്ന് മാത്രമല്ല, നന്മ തീർച്ചയായും പ്രവർത്തിക്കണം എന്നാണ് ഈ പാഠം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇനി അവസാനത്തത്, എല്ലാറ്റിനും ഉപരി അന്യോന്യം സ്നേഹിക്കുക. നമ്മൾ പഠിച്ചതിലെല്ലാം വീണ്ടും വരികയാണ്, അന്യോന്യം സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ കൂട്ടുകാരനെ നിന്നെപ്പോലെ
സ്നേഹിക്കുക എന്ന് ക്രിസ്തു പറഞ്ഞു. വീണ്ടും അതിലപ്പുറത്തേക്ക് പോയി ശത്രുവിനെ സ്നേഹിക്കുക. എത്ര അതിശക്തമായിട്ടുള്ള, എത്ര വിപ്ലവകരമായിട്ടുള്ള ഒരു ദൂതാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. കൂട്ടുകാരനെ നിന്നെപ്പോലെ സ്നേഹിക്കുക, ശത്രുവിനെ സ്നേഹിക്കുക. നാം ഇതൊക്കെ പഠിക്കുന്നുണ്ട്, പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഇത് പ്രയോഗിക്കുക എന്ന് പറയുന്നത് പലപ്പോഴും ഇല്ലാതാവുകയാണ്. ഇനി ഇതിൻ്റെ ഈ പ്രായോഗികതയാണ് യാക്കോബ് പറയുന്നത്. യാക്കോബിൻ്റെ ലേഖനത്തിൽ 2:1-9 വരെ ഉള്ള ഭാഗത്ത് വളരെ പ്രസക്തമായ കാര്യങ്ങളാണ് പറയുന്നത്. യാക്കോബ് പറയുന്നത്, ദരിദ്രനെ അപമാനിക്കരുതേ, അടിച്ചമർത്തലിനെ എതിർക്കുക, അനീതിക്കെതിരെ പോരാടുക. നമ്മൾ ചെയ്യുമോ? ഇല്ല എന്നുള്ളതാണ് ശരി. ദരിദ്രനെ അപമാനിക്കരുത്. നാം ദരിദ്രനെയും ധനവാനെയും കണ്ടാൽ നാം ധനവാന് ക്ഷയിക്കാൻ കൊടുക്കും, വരിക എന്ന് കയറിയിരിക്കുക എന്ന് നമ്മളോട്, അവനോട് വളരെ സന്തോഷത്തോടെ ആവേശത്തോടെ നാം പറയും. ദരിദ്രനെ നാം മൈൻഡ് ചെയ്യാറില്ല. ഞാനല്ല പറയുന്നത്, യാക്കോബാണ് പറയുന്നത്. ഇനി അടിച്ചമർത്തൽ, അത് പ്രവൃത്തിയിലൂടെ, വിശ്വാസ സംഹിതകളിലൂടെയാകാം, അധികാരത്തിലൂടെയാകാം. നാം നമ്മുടെ സമശീർഷങ്ങളെ, നമ്മുടെ സഹപ്രവർത്തകരെ, സഹജീവികളെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നവരാണ്. യാക്കോബ് പറയുന്നു അത് പാടില്ല. അനീതിക്കെതിരെ പോരാടുക. ഇന്ന് നാം ആരും ഇഷ്ടപ്പെടാത്ത കാര്യം അതാണ്. ആരനീതി ചെയ്താലും മിണ്ടരുത്, പറയരുത്, പ്രതികരിക്കരുത്. അങ്ങനെ പ്രതികരിച്ചു പോയാൽ എന്താണ്? അവൻ ഏതോ വലിയ കുറ്റം ചെയ്യുന്നവനായി മാറുന്നു, സഭയ്ക്കെതിരെ പോരാടുന്നു, വ്യക്തിക്കെതിരെ സംസാരിക്കുന്നു. ഇതൊക്കെയാണ് നാം ധരിച്ചു വെക്കുന്നത്. പക്ഷേ യാക്കോബ് വളരെ വ്യക്തമായിട്ടാണ് പറയുന്നത്, ഇത് നാം പ്രവർത്തിച്ചില്ല എങ്കിൽ മനുഷ്യ സ്നേഹമെന്ന് പറയുന്നത് നമ്മളിൽ ഇല്ലാതാവുകയാണ്. ദൈവസ്നേഹത്തിന് തുല്യമാണ് മനുഷ്യ സ്നേഹം എന്ന് പറയുന്നത്. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ മനുഷ്യനെ സ്നേഹിക്കുന്നതിനോട് തുല്യമാണ്. കാരണം കർത്താവ് പറഞ്ഞത്, രണ്ടാമത്തെ കൽപ്പന ആദ്യത്തേതിൽ ഒട്ടും ചെറുതല്ല, അതിനോട് തുല്യമാകുന്നു എന്നാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ വചനങ്ങളെ നമുക്ക് ഓർക്കാം. എന്താണ്? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ അന്യോന്യം സ്നേഹിക്കുക. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ പരസ്പരം സ്നേഹിക്കുക. അങ്ങനെയെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാർ എന്ന് അറിയപ്പെടും. നാമൊക്കെ കർത്താവിൻ്റെ ശിഷ്യന്മാരാകുവാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്നതായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, അവിടുത്തെ തിരുവചന സത്യങ്ങൾ പഠിക്കുവാൻ അടിയങ്ങളെ അവിടുന്ന് അനുവദിച്ചതോർത്ത് സ്തോത്രം. അവിടുത്തെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിക്കുന്നവരായി, അന്യോന്യം സ്നേഹിക്കുന്നവരായി, ദൈവത്തെ അനുസരിക്കുന്നവരായി ഈ ഭൂമിയിൽ ജീവിക്കുവാൻ അവിടുന്ന് അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഞങ്ങളിൽ ഓരോരുത്തരിലും ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേട്ടതായ എല്ലാ ദൈവമക്കളെയും കർത്താവ് അനുഗ്രഹിക്കണം. അവരെ അവിടുത്തെ കൃപയിൽ സൂക്ഷിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.